ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാരറ്റ് ബോൾസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഈ അടുത്തായിട്ട് നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസേർട്ടേനി കേട്ടോ. നല്ല സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ഒന്ന് പാലും കൂടി ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ക്യാരറ്റ് ഒന്ന് നല്ല പേസ്റ്റാക്കി അരക്കാൻ പാകത്തിന് മാത്രം പാലൊഴിച്ച് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലും വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. നെയ്യിലുണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഈ ചട്ടിയിലേക്ക് നെയ്യിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാണ്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നിട്ടൊരു 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്നിട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പഞ്ചസാരൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന ക്യാരറ്റിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഒരു 1/2 കപ്പോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഏത് റവ ആയാലും കുഴപ്പമില്ല, വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് റവ ഇട്ട ഉടൻ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങളെ കയ്യിൽ ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ വാനില എസൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് കൈയ്യെടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റവ ഈ ഒരു പാലിൽ കിടന്നാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റവ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് മാത്രം. എന്നിട്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്ന രൂപമാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. എന്നിട്ട് ഇതേപോലെ കൈപ്പിടിയിലൊന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കാം. ഇതിപ്പോൾ ഞാൻ ബോൾസിൻ്റെ ആകൃതിയിലാണ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം ബോൾസ് ആക്കിയെടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെ, കുറച്ച് വലിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ബോൾസ് ആക്കുമ്പോൾ ചെറിയൊരു ചൂടിൽ ബോൾസ് ആക്കുക. ആ ഒരു ടൈമിൽ ചിലപ്പം ലൂസുള്ള പോലെ തോന്നും, പക്ഷേ ചൂടാറുമ്പം ഒന്ന് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വേറൊരു പാനിൽ കുറച്ച് പാലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ ഇല്ല, 1/2 ലിറ്ററിനെക്കാട്ടി കുറച്ചുകൂടി കുറവാണ് കേട്ടോ. എന്നിട്ട് അതവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് 1-1.25 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒന്നിട്ട് കൊടുത്തിട്ട് പച്ചവെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പാലിലോ ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ടതൊരു ഭാഗത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഈ പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 3 ടീസ്പൂണ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം മാത്രം പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഏലക്ക പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ കൈയ്യെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതൊന്ന് തിളക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ക്യാരറ്റ് ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഈ ക്യാരറ്റ് ബോൾസും ഈ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ക്യാരറ്റ് ബോൾസിൽ ഈ ഒരു മിക്സ് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക.
അങ്ങനെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. പിന്നെ അത് തിളപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത് പൊട്ടി പോകുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടോടുക്ക് തന്നെ നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കണ്ട് അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരു 4 ക്യാരറ്റ് ബോൾസ് ഇതേപോലെ അതിലേക്ക് ഇടാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ബദാമോ പിസ്ത എന്തും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ കാരണം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് ഒന്നുകൂടെ തണുക്കുമ്പോൾ ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒന്നും കൂടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇപ്പം നല്ല പാകത്തിന് തിക്കായിട്ട് തന്നെയുള്ളൊരു ഗ്രേവി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.